ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനി ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നയനയും ആദർശും ഒന്നിച്ചാണ് കേട്ടോ ഓഫീസിൽ പോകുന്നത്. അവർ ഭയങ്കര സന്തോഷത്തിൽ അവരുടെ ശാന്തി മുഹൂർത്തത്തെക്കുറിച്ചും ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനിക്കാണേലും ഭയങ്കര സന്തോഷമാണ് ആദർശും നയനയും ഒരുമിച്ചുള്ള ജീവിതം കാണുമ്പോൾ. അതൊന്നും ദേവയാനി പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ ജലജയും അതുപോലെ അനാമികയും പല പണികളും ഒപ്പിക്കുകയാണ് നയനയെ പുറത്താക്കാനായിട്ട്. അങ്ങനെ ഒരു പണി ഒപ്പിക്കുമ്പം നവ്യ തിരിച്ച് അവർക്കിട്ടൊരു പണി കൊടുക്കുകയാണ്. ആ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി എപ്പോഴും സന്തോഷത്തിലാണ് കേട്ടോ. ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും നയന കരൾ കൊടുത്ത വിവരങ്ങൾ അറിയുമ്പോഴും ഓരോരുത്തരുടെയും മുമ്പിൽ നാടകം കളിക്കുമ്പോഴും ഒക്കെ ദേവയാനിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. ഇനി ആദർശിൻ്റെയും നയനയുടെയും ഒരു കുഞ്ഞിനെ കൂടി ലാളിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ദേവയാനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ദേവയാനി പലതും പലപ്പോഴും ആലോചിച്ചെന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയന അടുക്കളയിലേക്ക് ചെല്ലുന്നത്. നയന ചെല്ലുമ്പോൾ കാണുന്നത് ദേവയാനി പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടെന്ന് സ്വയം ചിരിക്കുന്ന കാണുകയാണ്. അപ്പം നയന ഒന്നും പറയാതെ ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ആദർശും നയനയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് നയന പറയാണ്, അതെ ആദർശേട്ടാ, അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്ത് മാറ്റം അതാണ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മളോടുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റം, പ്രത്യേകിച്ച് എന്നോടുള്ള പെരുമാറ്റം. ആദർശേട്ടൻ കണ്ടില്ലേ, വീടിൻ്റെയും അതുപോലെ ലോക്കറിൻ്റെയും താക്കോലൊക്കെ അമ്മ എന്നെ ഏൽപ്പിച്ചത്. അതുപോലെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ അനുവദിച്ചു. എല്ലാ കാര്യങ്ങളിലും അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടെന്ന് ആദർശേട്ടന് തോന്നുന്നില്ലേ? അപ്പം ആദർശ് പറയാന്, പിന്നെ തോന്നാതെ നല്ല മാറ്റമുണ്ട്. അന്ന് മലയ്ക്ക് പോയിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളതാ അമ്മയുടെ ഈ മാറ്റം. തന്നോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറമേ അമ്മ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ അമ്മയ്ക്ക് തന്നോട് നല്ല സ്നേഹമുണ്ടോ. അപ്പോൾ നയനയും പറയാണ്, അതെ, അത് ഞാൻ മനസ്സിലാക്കിയ ആദർശേട്ടാ. അതുകൊണ്ടല്ലേ അനാമികയും ജലജയപ്പച്ചിയും ഒക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ ആ താക്കോല് അതെൻ്റെ കയ്യിൽ തന്നത്. അത് എന്തിൻ്റെ പേരിലായാലും അതെൻ്റെ കയ്യിൽ തന്നെ അമ്മ തന്നില്ലേ? അപ്പം ആദർശ് പറയാണ്, അത് അവരോടുള്ള ഒരു വാശിയുടെ പേരിൽ കൂടിയാണ് തൻ്റെ കയ്യിൽ തന്നത്. ഇപ്പോൾ അവരൊക്കെ പറയുന്നത് അമ്മയ്ക്ക് അത്ര ദഹിക്കുന്നില്ല, അതുകൊണ്ട് കൂടിയാണ് തൻ്റെ കയ്യിലോട്ട് ആ താക്കോല് തന്നത്. അപ്പോൾ നയന പറയാണ്, അതെ, പക്ഷേ എപ്പോഴും അമ്മയൊരു സന്തോഷത്തിൽ തന്നെയാണ്. ഞാനിന്ന് അടുക്കളയിലേക്ക് ചെല്ലുമ്പം അമ്മ അവിടെ നിന്ന് സ്വയം ചിരിക്കുന്നതൊക്കെ കണ്ടു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതെ, അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയാണ്. അപ്പോൾ നയന് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇനി ഞാനാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം എങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി ആ കള്ളത്തരം പറയുമ്പം അമ്മ പറയില്ലായിരുന്നോ? അമ്മ അറിഞ്ഞിട്ടൊന്നുമില്ലടോ. പക്ഷേ എന്തോ തൻ്റെ കരളല്ലേ അമ്മയുടെ ശരീരത്തിലോടുന്നത്, തൻ്റെ രക്തവുമല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പം എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയ്ക്ക് ലോക്കറിൻ്റെ താക്കോലും അതുപോലെ തന്നെ വീടിൻ്റെ അധികാരവും കൊടുത്തതൊന്നും മറ്റവർക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അനാമികയും ജലജയും കൂടി നിന്ന് പറയുന്നുണ്ട്, എന്തൊരു കാര്യമായി വല്യമ്മ ചെയ്തത്? എന്താ ഇത്? നയനിക്ക് അധികാരം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. ആ താക്കോലും അതുപോലെ തന്നെ ലോക്കറിൻ്റെ കീയും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോടുള്ള വിശ്വാസമല്ലേ അതീ കാണുന്നത്. അപ്പോൾ ഉടനെ പറയാണ് ജലജ, അതെ, അവളോടുള്ള വിശ്വാസം തന്നെയാണ് കാണുന്നത്. ഏടത്തിക്ക് നല്ല മാറ്റമുണ്ട്. ഏടത്തിയോട് അല്ലെങ്കിൽ നയനയുടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്തുമാത്രം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നതാ. ഇപ്പം ഏടത്തിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഏടത്തി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിലും, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയാം, ശരിയാ, അവളുമാരങ്ങ് കയറി പോവാണ്. ഇനിയിപ്പോൾ ഞാനിവിടുന്ന് പുറത്താകേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, എൻ്റെ മരുമോൾ ഒരുത്തി ഉണ്ടല്ലോ, അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചിട്ട് ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അവളുടെ അന്യത്തേക്കല്ലേ അധികാരം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളുമാരെയൊക്കെ എങ്ങനെ പുറത്താക്കാനാ? അപ്പോൾ അനാമിക പറയാണ്, എന്തെങ്കിലുമൊക്കെ സൂത്രം പ്രയോഗിച്ച് നമുക്കത് ചെയ്യണം. ഇപ്പം ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ, ഞാൻ എല്ലാ കാര്യത്തിലും അനാമികയുടെ കൂടെ തന്നെയുണ്ട്. അവൾമാരെ രണ്ടിനെ പുറത്താക്കുന്ന കാര്യത്തിൽ നമ്മൾ രണ്ടും ഒറ്റക്കെട്ടാണെന്ന് പറയണം. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഇപ്പോൾ ആദർശം നയനയും കൂടെ ഭയങ്കര സന്തോഷത്തിലാണ്. 2 പേരും ഇത്രയധികം സന്തോഷിക്കാൻ എന്താ കാരണം?
എന്തായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശും നയനയും കൂടെ ഇറങ്ങി വരുന്നത്. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശ്, അമ്മേ ഞങ്ങളിന്ന് ഓഫീസിലേക്കല്ല പോകുന്നത്, ഞങ്ങളിന്ന് പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. നയനയായിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് നാളായി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനെന്താ, നിങ്ങൾ പുറത്തു പോകും, നൈനിയായിട്ട് നീ അധികമൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു ദിവസം ഓഫീസിൽ പോയില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ എതിലെയാന്ന് വെച്ചാൽ ഒന്ന് പോയിട്ട് വാ എന്ന് പറയാണ്. അപ്പോൾ ശരി അമ്മേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരും ചിരിച്ച് കളിച്ചൊക്കെ ഇറങ്ങി പോവുക. അപ്പോൾ ഇത് കാണുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതേസമയം ജലജയ്ക്കും അനാമികയ്ക്കും ഒക്കെ അങ്ങ് ദേഷ്യം വരികയാണ്. ജലജ പറയാണ്, രണ്ടിൻ്റെ പോക്ക് കണ്ടില്ലേ, എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ സന്തോഷമുണ്ട്, ഏതായാലും രണ്ടും പോയല്ലോ, എന്തെങ്കിലും പണി ഒപ്പിക്കാം എന്ന് വിചാരിക്കണം. അങ്ങനെ ജലജ ആദർശും നയനിയും പോയ സമയം നോക്കി അവരുടെ മുറിയിൽ ചെന്ന് കയറുകയാണ്. മുറിയിൽ ചെന്ന് കയറി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ്. ഇവളെവിടെയായിരിക്കും ലോക്കറിൻ്റെ താക്കോല് വെച്ചത്, അതൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു, എന്തെങ്കിലും ചെറിയ പണിയൊന്നും ഒപ്പിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ മുഴുവൻ പരതി നോക്കുകയാണ്. അങ്ങനെ നോക്കി വരുമ്പം നയനയുടെ ഒരു മേശയുടെ ഡ്രോയിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ ലോക്കറിൻ്റെ താക്കോല്. ആ താക്കോൽ കൂട്ടം കയ്യിലെടുക്കുകയാണ് ജലജ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്പടി നയനെ, നീ ഇത് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കല്ലേ, ഇത് വച്ച് തന്നെ നിനക്കിട്ടൊരു പണി തരാമോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജലജ പോയിട്ട് ആ ലോക്കർ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ലോക്കറിൽ ഒരു 10 ലക്ഷം രൂപ ദേവയാനി എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു ഓഫീസിലെ ആവശ്യത്തിന് ഒരാൾ വരുമ്പോൾ കൊടുക്കാനായിട്ട്. അങ്ങനെ വച്ചിരുന്ന ആ പണം കാണുകയാണ് ജലജ. കാണുമ്പോഴേക്കും ജലജ പറയാണ്, ഹോ, ഇത്രയും പണം ഇവിടെ ക്യാഷായിട്ട് ഇരിപ്പുണ്ടായിരുന്നല്ലേ, ഇത് തൽക്കാലം ഞാനിങ്ങെടുക്കാം, എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആകും, ഇതിപ്പം ഞാൻ എടുത്തെന്ന് ആരും അറിയാൻ പോകുന്നില്ലല്ലോ, ക്യാഷല്ലേ, ഇത് അവൾ എടുത്തെന്ന് തന്നെ വിചാരിച്ചോളും, അവളുടെ കയ്യിലല്ലേ താക്കോലുള്ളത് എന്ന് പറഞ്ഞ് ജലജ ആ പണം അടിച്ചു മാറ്റുകയാണ്. അടിച്ചു മാറ്റി ജലജയുടെയും മുറിയിൽ കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഒന്നും അറിയാത്ത പോലെ വന്ന് താഴെ ഇരിക്കുകയാണ്. ഈ സമയം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ആ പണത്തിൻ്റെ ആവശ്യത്തിനുള്ള ആൾ അവിടെ എത്തുകയാണ്. എത്തിയിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു 10 ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതെടുത്ത് തരുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ ശരി, അയ്യോ ആ താക്കോല്, ലോക്കറിൻ്റെ താക്കോല് നയനയുടെ കയ്യിലാണല്ലോ, അവൾ പുറത്തേക്ക് പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നയനെയും ആദർശിനെയും ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവർ ഫോണെല്ലാം ഉപേക്ഷിച്ച് വണ്ടിയിലിട്ടിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോയിരിക്കുകയാണ്. ഈ സമയം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. ദേവയാനി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും അവരെ കിട്ടുന്നില്ല. അപ്പോൾ ദേവയാനി ആകെ ടെൻഷനിലാവുകയാണ്. എന്നിട്ട് പറയാണ്, എവിടെയാണോ നഹിന ആ താക്കോൽ വെച്ചത്, അവളുടെ കയ്യിൽ തന്നെ കാണും, പക്ഷെ അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഇനി ഇയാൾക്ക് എങ്ങനെ പണം കൊടുക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജലജ കയ്യിലിരിക്കുന്ന താക്കോല് പതുക്കെ ആ മേശപ്പുറത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ കിടക്കുന്ന താക്കോല്, ഇത് കണ്ടോ, നയിനെ ഇട്ടിട്ട് പോയിരിക്കുന്ന, ഇത്രയും പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്ന ലോക്കറിൻ്റെ താക്കോലാണ് ഈ കിടക്കുന്നത്, അത് അവൾ അലക്ഷ്യമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്ന കണ്ടില്ലേ, ഏടത്തി വലിയ ഉത്തരവാദിത്തമുള്ള നയനയെല്ലാം ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് അവൾ അത് ഇട്ടിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ജലജ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മതി മതി ജലജെ, ഇപ്പോൾ താക്കോല് കിട്ടിയില്ലേ, ഇനി ദേവയാനി ആ പണം അങ്ങ് എടുത്തു കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി ആ പണം എടുക്കാനായിട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ദേവയാനി പോയിട്ട് ലോക്കർ തുറന്ന് നോക്കുമ്പം അവിടെ പണമില്ല. പണമില്ലാതെ വരുമ്പം ദേവയാനി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് വാ, കുറച്ച് കഴിയുമ്പോൾ വാ, ഞാൻ വിളിക്കാം, അപ്പോൾ പണം തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ട് മുത്തശ്ശി പറയാണ്, അതെന്താ ദേവയാനി നീ പണം എടുത്ത് കൊടുക്കാഞ്ഞത്? അപ്പോൾ ദേവയാനി പറയാണ്, അതിൽ പണമില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കണ താമസം ജലജ പറയാണ്, പണം ഇല്ലേ, അപ്പോൾ ആ 10 ലക്ഷം രൂപ ലോക്കറിലിരുന്ന പണം ഇല്ലെന്നോ, എന്താ എടുത്ത് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദേവയാനിക്കും അറിയാം നയനെ അങ്ങനെയൊന്നും എടുക്കില്ല എന്നുള്ള കാര്യം. അപ്പോൾ അനാമിക പറയാണ്, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ, ആ ലോക്കറിലിരുന്ന പണം അപ്പോൾ നയന മോഷ്ടിച്ചിട്ടുണ്ട്, താക്കോൽ അവളുടെ കയ്യിലായിരുന്നല്ലോ, അവൾ ആ പണം മോഷ്ടിച്ച് അത് അവളുടെ വീട്ടിൽ കൊടുത്തു വിട്ട് കാണും, എന്നിട്ട് താക്കോൽ ഇവിടെ ഇട്ടിട്ട് പോയതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നയനമോള് ചെയ്യില്ല എന്ന് പറയാണ്.
അപ്പോൾ ജലജ പറയാണ് അങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ ഈ താക്കോൽ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോവും അവള് എന്ന് പറയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് ശരിയാ, അവളുടെ അനിയത്തിയും ഇന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, അവളും ചിലപ്പം കുറച്ച് പണം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നവ്യ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് കയറുന്നത്. അപ്പോൾ നവ്യ ചോദിക്കുക എന്താ എന്താ ഒരു പ്രശ്നം, എന്താ മുത്തശ്ശി, എന്താ വല്യമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് അത് നവ്യമോളെ, ലോക്കറിൻ്റെ താക്കോല് ഇവിടെ കിടന്നു, നയനി ഏൽപ്പിച്ചതല്ലേ അത്, അതുപോലെ ലോക്കറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ അതും അവിടെ ഇല്ല, അതും കാണാതെ പോയി എന്ന് പറയാണ്. ഓ, അപ്പോഴേക്കും അവിടെ നിന്ന് ജലജ പറയാ കാണാതെ പോയതൊന്നുമല്ല, ഇവളുടെ അനിയത്തി നയന മോഷ്ടിച്ചത് എന്ന് പറയാണ്. ഓ, അപ്പം ഉടനെ തന്നെ നവ്യയ്ക്ക് കാര്യം പിടികിട്ടുക. അപ്പം നവ്യ പറയാണ് ഓ, നയന മോഷ്ടിച്ച ആ പണം അല്ലേ, അതാണല്ലേ, ഓ ഓക്കെ, ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ കൊണ്ടുവരാവേ, ഒറ്റ നിമിഷം എന്ന് പറഞ്ഞ് അകത്ത് കയറി പോവുക. കയറി പോയിട്ട് നേരെ പോകുന്നത് ജലജയുടെ റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്ക് ഇത് കാര്യമൊക്കെ അറിയാം, ജലജയുടെ കൈ കാണും എന്നുള്ള കാര്യം. അങ്ങനെ ജലജയുടെ റൂമിൽ നിന്ന് ആ 10 ലക്ഷം രൂപ ഇങ്ങ് എടുക്കുകയാണ്. എടുത്തത് താഴെ കൊണ്ടുവന്നിട്ട് പറയാണ് ദേ 10 ലക്ഷം രൂപ, നയന രാവിലെ അതെടുത്ത് എന്നെ ഏൽപ്പിച്ചേച്ചാ പോയത്, അത് ഞാൻ പറയാൻ മറന്നുപോയി, സോറി, ഈ താക്കോൽ ഇവിടെ ഇട്ടതും ഞാനാ, നയനയല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ജലജ അങ്ങ് അന്തം വിട്ട് പോവാണ്. ഇവൾ ഈ പണം ഉടനെ എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വച്ചല്ലോ, ഇവൾ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എന്നിട്ട് ജലജ പറയാണ് ഇവളാണോ താക്കോലിട്ടത്, നയനിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാ അല്ല, പണം നയനി എന്നെ ഏൽപ്പിച്ചു, താക്കോലും ഏൽപ്പിച്ചു, താക്കോല് ഞാൻ ഇവിടെ വെച്ചിട്ട് മറന്നു പോയതാ, ഇനിയിപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ അനാമികയും ജലജയും ശരിക്കും അമളി പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്